നാരായണ. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഓം. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ. ഓം ശ്രീ ഹയഗ്രീവമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. ഉമാകോമളഹസ്താബ്ജസംഭാവിതലലാടകം ഹിരണ്യകുണ്ടലം വന്ദേ കുമാരം പുഷ്കരസ്രജം. ഓം വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സായങ്കാലേ വനാന്തേ കുസുമിതസമയേ സൈകതേ ചന്ദ്രികായാം ത്രൈലോക്യാകർഷണാംഗം സുരവരഗണികാമോഹനാഭംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവൈഃ നവരസഭരിതൈഃ ഗോപകന്യാസഹസ്രൈഃ വന്ദേഹം രാസകേളീരതമതിസുഭഗം വശ്യഗോപാലകൃഷ്ണം. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽക്കുണ്ടലം മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസതുദരം കഞ്ചലച്ഛായചേലം ചാരുസ്നിഗ്ധോറും അംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദദ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഗപരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ
നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭി പൂജാ പരപുരുഷ തഥൈകാദശീ നാമവർണ്ണാഃ. ഏതാന്യഷ്ടാപ്യയത്നാന്യൈകലിസമയേ ത്വൽപ്രസാദപ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ നാരായണ നാരായണ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ഹരി ഓം ഹരി ഓം. ശ്രീമദ് നാരായണീയ ആസ്വാദന പരമ്പര തുടരുന്നു. ഇന്ന് 97-ാം ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാന ഭാഗത്തായിട്ട് ഭക്തിയുടെ മാഹാത്മ്യം പറഞ്ഞ് എനിക്ക് ഭക്തി തരാൻ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് 2 ഗീതകൾ, ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലുള്ള ഭിക്ഷുഗീത, ഐളഗീത, ഇങ്ങനെ 2 ഗീതകളെ ഓരോ ശ്ലോകം കൊണ്ട് സംഗ്രഹിച്ച് കാമിനീ കാഞ്ചനങ്ങളോടുള്ളതായിട്ടുള്ള സമീപനം നമ്മുടെ എങ്ങനെയായിരിക്കണം എന്നുള്ള അതിൽ വൈരാഗ്യം വരാൻ വേണ്ടി, വിവേകമുണ്ടാകാൻ വേണ്ടതായിട്ടുള്ള 2 കഥകളാണ് ഭാഗവതത്തിൽ പറഞ്ഞത്. 2 ഇതിഹാസങ്ങളാണ്. അതിൽ ഗീതകളും ഉണ്ട്. ഭിക്ഷു പാടിയ പാട്ട് ഭിക്ഷുഗീതം, പുരൂരവസ് പാടിയ പാട്ട് ഐളഗീതം. ആ 2 പാട്ടുകളെയും ഒഴിവാക്കിക്കൊണ്ട് അവരുടെ കഥയെ മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് മേൽപ്പത്തൂര് സംഗ്രഹിച്ചു. ഇനി 97-ാം ദശകത്തിൽ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ അവസാന ഭാഗത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്നിച്ച് സംഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ദ്വാദശ സ്കന്ധത്തിലെ മാർക്കണ്ഡേയ ചരിതം അതിനെ ഇതിലേക്ക് അങ്ങോട്ട് കൂട്ടി ഇണക്കുകയാണ്. അങ്ങനെ ഭാഗവതത്തിൻ്റെ എല്ലാ ഭാഗവും സ്പർശിച്ചു, എല്ലാ കാണ്ഡങ്ങളും സ്പർശിച്ചു എന്ന് വരുത്താൻ മാർക്കണ്ഡേയ കഥയും പറഞ്ഞുകൊണ്ടാണ് ഈ 97-ാം ദശകം സമർപ്പിക്കുന്നത്. അതോടുകൂടിയിട്ട് വാസ്തവത്തിൽ ഭാഗവതവും നാരായണീയവുമായിട്ടുള്ള ആ ഒരു യാത്ര അതിൻ്റെ ലക്ഷ്യത്തിലെത്തുകയാണ്. പിന്നീടുള്ള 98, 99, 100 എന്നുള്ളതായിട്ടുള്ള ശ്ലോകങ്ങൾ ഗംഭീരങ്ങളായിട്ടുള്ള സ്തുതികളാണ്, ഭഗവാനെ സ്തുതിക്കുന്നതാണ്. അതിൽ ഒരു സ്തുതി 99-ാമത്തെ ശ്ലോകം, 99-ാമത്തെ ദശകം ശ്രുതിഗീത എന്ന പേരിൽ ഭാഗവതം ദശമസ്കന്ധം 87-ാം അധ്യായം വേദങ്ങൾ ഭഗവാനെ സ്തുതിക്കുന്നത് എങ്ങനെയാണ് എന്ന് വർണ്ണിച്ചിട്ടുണ്ട്. ആ ഗംഭീരമായ ശ്രുതിഗീതയുടെ ഒരു ചെറിയൊരു നട്ഷൽ, അതിൻ്റെ ഒരു സാരം, അതാണ് 99-ാമത്തെ ദശകം. അപ്പം അങ്ങനെ കുറച്ച് പ്രാർത്ഥനകളോടുകൂടി സമർപ്പിക്കുകയാണ്. എന്തായാലും നമുക്ക് പതുക്കെ പോവാം. 97-ാം ദശകം ആദ്യത്തെ ഭാഗം ഉത്തമമായ ഭക്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. പിന്നീട് മാർക്കണ്ഡേയന്റെ കഥ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമന്നാരായണീയം ദശകം 97. ത്രൈഗുണ്യാദ് ഭിന്നരൂപം ഭവതി ഹി ഭുവനേ
ഹീനമദ്യോത്തമം യത് ജ്ഞാനം ശ്രദ്ധാ ച കർത്താ വസതിരപി സുഖം കർമ്മ ചാഹാരഭേദാഃ ത്വൽക്ഷേത്രത്വം നിഷേവാദിതു യദിഹ പുനഃ ത്വൽപരം തത്തു സർവം പ്രാഹുർനൈർഗുണ്യനിഷ്ഠം തദനു ഭജനതോ മൻഷു സിദ്ധോ ഭവേയം ത്വയ്യേവ ന്യസ്തചിത്തഃ സുഖമയി വിചരൻ സർവചേഷ്ടാസ്ത്വദർത്ഥം ത്വൽഭക്തൈ സേവ്യമാനാനപി ചരിതചരാൻ ആശ്രയൻ പുണ്യദേശാൻ ദസ്യൗ വിപ്രേ മൃഗാദിഷ്വബിജ സമമതിഃ മുച്യമാനാവമാനഃ സ്പർദ്ധാസൂയാദിദോഷഃ മുച്യമാനാവമാനസ്പർദ്ധാസൂയാദിദോഷഃ സതതമഖിലഭൂതേഷു സംപൂജയേ ത്വാം ത്വൽഭാവോ യാവദേഷു സ്ഫുരതി ന വിശദം താവദേവം ഹ്യുപാസ്തിം കുറുവന്നൈകാത്മ്യബോധേ ജഡിതി വികസതി ത്വന്മയോഹം ചരേയം ത്വദ്ധർമ്മസ്യാസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശഃ തസ്മാത് സർവാത്മനൈവ പ്രദിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം തം ചൈനം ഭക്തിയോഗം ദൃഢയിതുമയി മേ സാധ്യമാരോഗ്യമായുഃ ദിഷ്ട്യാ തത്രാഭിസേവ്യം തവ ചരണമഹോ ഭേഷജായേവ ദുഗ്ധം മാർക്കണ്ഡേയോ ഹി പൂർവം ഗണഗനിഗദിതദ്വാദശാബ്ദായുരുച്ചൈഃ സേവിത്വാ വത്സരം ത്വാം തവ ബഡനിവഹൈഃ ദ്രാവയാമാസ മൃത്യും മാർക്കണ്ഡേയശ്ചിരായുഃ സകലു പുനരപി ത്വൽപര പുഷ്പഭദ്രാതീരേ നിന്നെ തപസ്യൻ അതുല സുഗരതിഃ ഷട്ടു മന്വന്തരാണി ദേവേന്ദ്ര സപ്തമസ്തം സുരയുവതി മരുന്മന്മദൈർ മോഹയിഷ്യൻ യോഗോഷ്മപ്ലുഷ്യമാണൈർ നതു പുനരശകത ത്വജ്ജനം നിർജയേത് കഃ പ്രീത്യാ നാരായണാഖ്യസ്ത്വമദ നരസകഃ പ്രാപ്തവാനസ്യ പാർശ്വം തുഷ്ട്യാ തോഷ്ടൂയമാനഃ സതു വിവിധവരൈർലോഭിതോ നാനുമേനി ദ്രഷ്ടും മായാം ത്വദീയാം കില പുനരവൃണോത് ഭക്തിതൃപ്താന്തരാത്മാ മായാ ദുഃഖാനഭിജ്ഞസ്തദപി മൃഗയതേ നൂനമാശ്ചര്യഹേതോഃ യാതേ ത്വയ്യാശു വാദാകുലജലതകളത്തോയ പൂർണാതികൂർണത് സപ്താർണോ രാശിമഗ്നേ ജഗതി സതു ജലേ സംഭ്രമൻ വർഷകോടീഃ ദീനഃ പ്രൈക്ഷിഷ്ടദൂരേ വടദളശയനം കഞ്ചിദാശ്ചര്യബാലം ത്വാമേവ ശ്യാമളാംഗം വദനസരസിജന്യസ്തപാദാംഗുലികം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഓം ശ്രീഹരയേ നമഃ. ദൃഷ്ട്വാ ത്വാം ഹൃഷ്ടരോമാ ത്വരിതമുപഗതഃ സ്പൃഷ്ടുകാമോ മുനീന്ദ്രഃ ശ്വാസേനാന്തർനിവിഷ്ടഃ പുനരിഹ സകലം ദൃഷ്ടവാൻ വിഷ്ടഭോഗം ഭൂയോ വിശ്വാസവാദൈഃ ബഹിരനുപതിതോ വീക്ഷിതസ്ത്വൽകടാക്ഷൈഃ മോദാദാശ്ലേഷ്ടുകാമഃ
ത്വയി വിഹിതതനൗ സ്വാശ്രമേ പ്രാഗ്വദാസീദ് ഗൗര്യാ സാർദ്ധം തദഗ്രേ പുരഭിതദഗതഃ ത്വൽപ്രിയ പ്രേക്ഷണാർത്തി സിദ്ധാനേവാസ്യ ദത്വാ സ്വയമയമജരാ മൃത്യുദാദീൻ ഗതോഭൂത ഏവം ത്വൽസേവയൈവ സ്മരരി പുരഭി സംപ്രീയതേന തസ്മാത് മൂർത്തിത്രയാത്മകസ്ത്വം നനു സകല നിയന്തേതി സുവ്യക്തമാസീദ് ത്ര്യംശേസ്മിൻ സത്യലോകേ വിധിഹരിപുരഭിന്മന്ദിരാണ്യൂർധ്വമൂർധ്വം തേഭ്യോപ്യൂർധ്വം തു മായാവികൃതി വിരഹിതോ ഭാതി വൈകുണ്ഠലോകഃ തത്ര ത്വം കാരണാംബസ്യപി പശുബകുലേ ശുദ്ധസത്വൈകരൂപീ സച്ചിത് ബ്രഹ്മാദ്വയാത്മാ പവനപുരപതേ പാഹി മാം സർവരോഗാത് സച്ചിത് ബ്രഹ്മാദ്വയാത്മാ പവനപുരപതേ പാഹി മാം സർവരോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണ. നാരായണ. നമുക്ക് 97-ാം ദശകത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 25 മുതൽക്കുള്ള അധ്യായത്തിലെ ചെറിയ ചെറിയ ആശയങ്ങളെ സംഗ്രഹിച്ച് അതിൻ്റെ സാരമായിട്ടുള്ള ഭാഗത്തെ അവതരിപ്പിക്കുകയാണ്. സ്പെസിഫിക്കായിട്ട് ഇന്ന ഭാഗം എന്നൊന്നും പറയാതെ ആശയം മാത്രം എടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്നു. ത്രൈഗുണ്യാത് ഭിന്നരൂപം ഭവതി ഹി ഭുവനേ ഹീനമദ്യോത്തമം യജ്ഞാനം ശ്രദ്ധാ ച കർത്താ വസതിരപി സുഖം കർമ്മ ച ആഹാരഭേദാഃ ത്വൽക്ഷേത്രത്വത്വന്നിഷേവാദിതു യദിഹ പുനസ്ത്വൽപരം തത്തു സർവം പ്രാഹുർ നൈർഗുണ്യനിഷ്ഠം തദനുഭജനതോ മംക്ഷു സിദ്ധോ ഭവേയം. ത്രൈഗുണ്യാത് ഭിന്നരൂപം ഭവതി ഹി ഭുവനേ ഹീനമദ്യോത്തമം യജ്ഞാനം ശ്രദ്ധാ ച കർത്താ വസതിരപി സുഖം കർമ്മ ച ആഹാരഭേദാഃ ത്വൽക്ഷേത്രത്വന്നിഷേവാദിതു യദിഹ പുനസ്ത്വൽപരം തത്തു സർവം പ്രാഹുർനൈർഗുണ്യനിഷ്ഠം തദനുഭജനതോ മംക്ഷു സിദ്ധോ ഭവേയം. നാരായണ. ഇവിടെ എന്തുകൊണ്ട് മനുഷ്യർ നാനാ സ്വഭാവക്കാരായിരിക്കുന്നു അല്ലേ? നമ്മൾ സാധാരണ പറയും ഭിന്ന രുചിർഹി ലോകാഹ. ഭിന്ന രുചിർഹി ലോകാഹ. ലോകരെല്ലാവരും ഭിന്ന രുചിക്കാരാണ്, വൈവിധ്യ ആസ്വാദകന്മാരാണ് ഓരോരുത്തരും. എല്ലാവർക്കും ഒരേ കാര്യമല്ല ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഓരോരുത്തരുടെയും രുചി വ്യത്യാസമുണ്ട്. അതെന്തുകൊണ്ട് എന്നാണെങ്കിൽ ആ ഗുണഭേദം കൊണ്ട്, ത്രൈഗുണ്യങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ സ്വഭാവം. സാത്വികം, രാജസം, താമസം, ഇങ്ങനെ ഗുണങ്ങൾ 3, സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളാണ്
ആ ഗുണങ്ങളുടെ സ്വാധീനം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കുന്നു. വിവിധ അളവിലാണ് ഓരോരുത്തരിലും ഈ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് അവരുടെ രുചികളും അവരുടെ എല്ലാ തരത്തിലുള്ള സ്വഭാവങ്ങളും. അതാണ് ഇവിടെ ആദ്യം പറയുന്നത്. ത്രൈഗുണ്യാത് ഭിന്നരൂപം ഭവതി ഹി ഭുവനേ ഹീനമദ്യോത്തമം. ഹീനം, മദ്യം, ഉത്തമം, ഇങ്ങനെ മൂന്നായിട്ട് വേണമെങ്കിൽ തിരിക്കാം എന്ന് പറയണം. ഹീനം, മദ്യം, ഉത്തമം. ഹീനം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന ലെവല്, മദ്യം എന്ന് പറഞ്ഞാൽ മധ്യമം, മിഡിൽ ക്ലാസ് അല്ലെ. ഹീനം ഏറ്റവും ലോ ക്ലാസും, പിന്നെ മിഡിൽ ക്ലാസും, പിന്നെ ഉത്തമം ഹൈ ക്ലാസും. ആളുകളെ ഇങ്ങനെ 3 തരം ക്ലാസിഫൈ ചെയ്യാം. അതിൽ തന്നെ അവാന്തര വിഭാഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. റാങ്ക് നമുക്ക് എന്താ പറയുക, ഓരോ കാര്യത്തിനും ഓരോ പോയിന്റ് കണക്കാക്കി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പോയിന്റുകൾ ഇട്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ PSC റാങ്ക് ലിസ്റ്റ് ഇടുന്നത് പോലെ ഇടേണ്ടി വരും അല്ലേ. PSCയിൽ ആകെ കൂടി 100 മാർക്കിനുള്ള ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴോ 4000, 5000, 10000ാമത്തെ റാങ്ക് എന്ന് പറയുന്നു. ആകെ കൂടി 100 ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ ഈ 10000ാമത്തെ റാങ്കൊക്കെ അവർ ഒപ്പിച്ചതെന്ന് അറിയില്ല. ആകെ കൂടി ആ 100 മാർക്കിനെ അവർ എത്ര മൈക്രോസ്കോപ്പിക്കായിട്ട് വിഭജിക്കണം, അതിനെ നോക്കി വിഭജിക്കണം. അപ്പോൾ മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പോൾ അതുപോലെ ഇവിടെയും ഓരോരുത്തരിലുള്ളതായിട്ടുള്ള ഗുണങ്ങളുടെ വ്യതിയാനം. സാത്വികന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും യൂണിഫോം അല്ല. രാജസന്മാരെന്ന് പറഞ്ഞാലും എല്ലാവരും ഒരുപോലെയല്ല. താമസന്മാരെന്ന് പറഞ്ഞാലും എല്ലാവരും ഒരുപോലെയല്ല. അവരിലൊക്കെ ഈ പറയുന്ന 3 ഗുണങ്ങളുടെയും ഏറ്റക്കുറച്ചിലുകൾ വളരെ വ്യത്യസ്തങ്ങളായ കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ ഹീനം, മദ്യം, ഉത്തമം എന്ന് സാമാന്യമായിട്ടൊരു ഇത് തിരിച്ചു. അത്യന്തം പ്രാകൃതന്മാരായിരിക്കുന്ന ആളുകൾ, തമോ ഗുണപ്രധാനികളായിരിക്കുന്നവരുടെ ആ സ്വഭാവത്തെയാണ് ഹീനം എന്ന് പറഞ്ഞത്. തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്നവർ ഹീനന്മാരും, രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്നവർ മധ്യമന്മാരും, സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നവന്മാർ ഉത്തമന്മാരും. അപ്പൊ സാത്വിക കാര്യങ്ങളിൽ തൽപരരായിരിക്കുന്നവർ ഉത്തമന്മാരെന്ന് പറയാം. രാജസ കാര്യങ്ങളിൽ തൽപരന്മാരായവർ മധ്യമന്മാരെന്ന് പറയാം. താമസ സ്വഭാവം വർദ്ധിച്ചിരിക്കുന്നവർ, താമസ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരെ നമുക്ക് ഹീന സ്വഭാവമുള്ളവർ, പ്രാകൃതന്മാർ എന്ന് തിരിക്കാം. അതാണ് ഇവിടെ. അപ്പൊ അതിനനുസരിച്ചാണ് അവരുടെ ഏത് വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ശ്രദ്ധയും. ഇവിടെ പറയേണ്ടത് യത് ജ്ഞാനം, ശ്രദ്ധ, കർത്ത, വസതി, സുഖം, കർമ്മ, ആഹാരഭേദാഹ. 7 കാര്യങ്ങളെ ഉദാഹരണമായിട്ട് പറഞ്ഞു. ഇനിയും വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ കൂട്ടാം. അവര് ഏതൊക്കെ വിഷയങ്ങളിലേക്ക് പോകുന്നുവോ, എന്തൊക്കെ വിഷയങ്ങളെ സേവിക്കുന്നുവോ, അതിനെയൊക്കെ ചുരുക്കിയിട്ട് 7 ആക്കിയിട്ട് പട്ടിക തിരിച്ചു. അപ്പൊ എന്തൊക്കെയാണ്? ജ്ഞാനം, സാത്വികന്മാരുടെ ജ്ഞാനം അതൊരു ലെവലാണ്. രാജസന്മാരുടെ ഒരു ജ്ഞാനം അത് മറ്റൊരു ലെവലാണ്. താമസന്മാരുടെ ജ്ഞാനം അതൊരു ലെവലാണ് അല്ലേ. താമസന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ത്? കലിയുഗം. പ്രത്യേകിച്ച് കേരളത്തിൽ താമസന്മാർ നിറഞ്ഞിരിക്കുന്നതിൻ്റെ ഫലമാണ് ഇന്നത്തെ കേരള ഭരണം. അല്ലെങ്കിൽ ലോകത്തിൽ വിവരമുള്ള ആരെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കുവോ? എവിടെയെങ്കിലും ഇത്ര വിവരം കെട്ട മനുഷ്യർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുക. എന്തുകൊണ്ട്? അത്യന്തം തമോ ഗുണമാണ്. കുറെ സ്കൂൾ പോയത് കൊണ്ടോ മാർക്ക് വാങ്ങിച്ചത് കൊണ്ടോ ഒന്നും ആയില്ല. അതൊന്നും ഗുണമാറ്റമാവില്ല. റാങ്കുകളോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക അക്ഷരാഭ്യാസം നേടി എന്നുള്ളത് കൊണ്ടൊന്നും ഗുണത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റാൻഡേർഡ് ആലോചിച്ചാൽ പോരെ അല്ലേ? കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് ഇപ്പൊ എന്തൊക്കെ തമാശകളാണ്, ട്രോളുകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് പരമ്പരയായിട്ട്. ലോകത്തിലേക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രികളിൽ വെച്ച് നമ്പർ 1
ബെസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലും നല്ലത് കിട്ടാനില്ല, അതുകൊണ്ടാണ് അതിനെ തിരഞ്ഞെടുത്തത് കേട്ടോ. ഇതിൽ നല്ലതൊന്ന് ചിന്തിച്ച് നോക്കൂ, എവിടെയും കിട്ടില്ല. ദ ബെസ്റ്റ്, നോ ചാൻസ്. ശരിക്കും പറഞ്ഞ കേരള ജനങ്ങൾ എത്ര കഴുതകളാണ് എന്ന് അവരെ പരിഹസിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കഴുതകളെ നിങ്ങൾക്കിത് മതി എന്ന് പരിഹസിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ വെറുതെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കലല്ല ജ്ഞാനം. അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് താമസ ജ്ഞാനമാണ്. തെറ്റായ ധാരണകളാണ് ഇവിടെയുള്ള ആളുകൾക്കുള്ളത് മുഴുവൻ. നെഗറ്റീവായിട്ടുള്ള ജ്ഞാനമാണ് ഇവിടെ ഉള്ളത്. മര്യാദയ്ക്കുള്ള ഒരു കാര്യത്തിലും അവർക്ക് തെളിച്ചം ഇല്ല, ബുദ്ധിക്കകത്ത് വെളിവ് ഇല്ല, ആകെ ഇരുട്ടാണ്, ഇരുട്ട് മൂടിക്കിടക്കുകയാണ്. അതിൻ്റെ ഫലമാണ് ഈ കേരളം ഈ അന്ധകാരത്തിൽ ആണ്ടിരിക്കുന്നത്, ഈ തമോ ഗുണത്തിൽ ആണ്ടിരിക്കുന്നത്, ഈ രാക്ഷസന്മാരുടെ കയ്യിലേക്ക് കേരളത്തെ ഇട്ടുകൊടുത്തിരിക്കുന്നത്. ത്രൈഗുണ്യാത് ഭിന്നരൂപം ഭവതിഹി ഭുവനേ ഹീന മധ്യ ഉത്തമം യത്. അതിൽ ജ്ഞാനം, അജ്ഞാനം അത് സാത്വിക ജ്ഞാനം, രാജസജ്ഞാനം, താമസജ്ഞാനം, ഇങ്ങനെ ജ്ഞാനത്തെ തരംതിരിക്കാം. ശ്രീമദ് ഭഗവത്ഗീതയിലും ഭഗവാൻ ഗുണത്രയ വിഭാഗയോഗത്തിലും ശ്രദ്ധാത്രയ വിഭാഗയോഗത്തിലും ഇതൊക്കെ തിരിക്കുന്നുണ്ട്, പലതരത്തിൽ തിരിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉദ്ധവനും ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നത് സാത്വിക ജ്ഞാനമാണ്, ഇന്നത് രാജസജ്ഞാനമാണ്, ഇന്നത് താമസജ്ഞാനമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ജ്ഞാനം അത് ഗുണത്തിനനുസരിച്ചാണ്. ശ്രദ്ധ, ശ്രദ്ധ എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ്, വിശ്വാസവും താല്പര്യവും. ഏത് വിഷയത്തിലാണ് അവർക്ക് ഭക്തി. ചിലരുടെ ശ്രദ്ധ എന്താണ്? ഇൻഗുലാബ് സിന്ദാബാദ്, ഇൻഗുലാബ് സിന്ദാബാദ്. ഞങ്ങളുടെ നേതാവ് എന്ത് ചെയ്താലും അതൊക്കെ നല്ലതാണ്, ഞങ്ങളുടെ നേതാവ് ചെയ്യുന്ന ഏത് കൊള്ളരുതായ്മയും ഞങ്ങൾ സിന്ദാബാദ് വിളിച്ച് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. അവരെന്ത് കുണ്ടാമണ്ടി ഒപ്പിച്ചാലും ഏത് കൊള്ളരുതായ്മ ചെയ്താലും ഞങ്ങളുണ്ട് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ. അപ്പം നല്ല ശ്രദ്ധയുണ്ട്. ആരുടെ നേരെ? ആസുര ശ്രദ്ധ. അസുര സ്വഭാവമുള്ള ആളുകളെ ഈശ്വരന്മാരെ പോലെ ബഹുമാനിക്കുക. ചിലർക്ക് വേറെ ചില ശ്രദ്ധയാണ്, സിനിമാ സ്റ്റാറുകളോടൊക്കെയാണ് ശ്രദ്ധ, അല്ലേ? സിനിമാ സ്റ്റാറുകൾ എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുറെ ആൾക്കാർ. ആചാര്യന്മാര്, സജ്ജനങ്ങള്, മഹാത്മാക്കള് പറയുന്നത് കേൾക്കാൻ എത്ര പേരുണ്ട്? അതിലേക്ക് ശ്രദ്ധയുള്ളവര് ഈ ജനസമൂഹത്തില്, ഈ കോടിക്കണക്കിന് ജനതകളുള്ള ഈ ഭാരതത്തില്, പ്രത്യേകിച്ച് കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ സജ്ജനങ്ങളോട് ശ്രദ്ധയുള്ളവര്, സത്കർമ്മങ്ങളിൽ ശ്രദ്ധയുള്ളവര് എത്ര പേരുണ്ട്? അപ്പൊ ശ്രദ്ധ, വ്യത്യസ്തമായ ശ്രദ്ധ, ഗുണങ്ങൾക്കനുസരിച്ച് സാത്വികി ശ്രദ്ധ, രാജസി ശ്രദ്ധ, താമസി ശ്രദ്ധ. അതുപോലെ കർത്തൃത്വഭാവം, താമസ കർത്താവുണ്ട്, രാജസ കർത്താവുണ്ട്, സാത്വിക കർത്താവുണ്ട്. സാത്വികമായ ഭാവത്തോടുകൂടി ഞാൻ എല്ലാം ഈശ്വര പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നവരാണ്. താൻ ചെയ്യുന്ന കർമ്മത്തിൽ വലിയ അഭിമാനമില്ലാതെ താൻ ഈശ്വരന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രം എന്ന് വിചാരിച്ച് ചെയ്യുന്നവർ സാത്വികന്മാരായിട്ടുള്ള കർത്താക്കന്മാരാണ്. മറ്റത് ഞാൻ കേമനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള അഭിമാനത്തോടുകൂടെ കർമ്മങ്ങൾ ചെയ്യുന്ന കർത്താക്കൾ രാജസ കർത്താക്കന്മാരാണ്. മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ളതായിട്ടുള്ള ചിന്തയോടുകൂടെ കർമ്മം ചെയ്യുന്നവർ താമസ കർത്താക്കളാണ്. ഇങ്ങനെ കർത്താക്കൾ ഭേദമുണ്ട്. അതുപോലെ വസതി എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം, പാർപ്പിടം. ഓരോരുത്തരുടെ വീടുകളിലേക്ക് പോയാൽ അറിയാം അവർ ഏത് ഗുണമാണ് എന്ന്, അല്ലേ? എവിടെയാണ് താമസിക്കുന്നത്, ഏത് ദേശത്താണ് നോക്കിയാൽ മതി. ഒന്നാമത് ആ ദേശം, ആ ദേശത്തിൽ അവരുടെ ഗൃഹത്തിലുള്ള
ശുചി മുതലായ കാര്യങ്ങളൊക്കെ നോക്കിയാൽ അവരുടെ ഗുണം തിരിച്ചറിയാൻ പറ്റും. ചില വീടുകളുടെ അടുത്തേക്ക് കാല് കുത്താൻ പറ്റില്ല, ആകെ മലിനമായിരിക്കും ചുറ്റുപാടും, ഗന്ധം ദൂരേക്ക് അടിക്കുണ്ടാവും, പല അഴുക്കുകളുടെയും, അടുക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനെയുള്ള വസതികൾ ചില ദേശങ്ങൾ തന്നെ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ദേശങ്ങളാണ് ഇന്നത്തെ കാലത്ത്. എവിടെ നോക്കിയാലും കുഴിമന്തിയും ഹലാല് സാധനങ്ങളും മാത്രമുള്ളതായിട്ടുള്ള ദേശങ്ങളൊക്കെ ഉപേക്ഷിക്കപ്പെടേണ്ട ദേശങ്ങളാണ്. അവിടെ നിന്നും വസതി വെച്ചാൽ നമുക്ക് സ്വൈരമായിട്ട് സുഖമായിട്ടോ കഴിയാൻ പറ്റില്ല. കാരണം എത്രയോ ജന്തുക്കളെ കൊല്ലുന്ന സ്ഥാനങ്ങളാണ്. ആ ജന്തുക്കളുടെയൊക്കെ ശാപം ആ ദേശത്തുണ്ടാവും. നമ്മുടെ കേരളത്തിലെ ഏറ്റവും അധികം ശാപം ഈ ഗോഹത്യയിൽ നിന്നുണ്ടാകുന്നതാണ്. ഇവിടെയാണ് ഏറ്റവും അധികം ഗോഹത്യ നടക്കുന്നതായിട്ടുള്ള സംസ്ഥാനം. അപ്പോൾ ആ ഗോക്കളുടെ മുഴുവൻ ശാപം ഈ കേരള ഭൂമിയിലുള്ള എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും അതിൽ ഉത്തരവാദികളാണ്. നമ്മൾ കഴിച്ചില്ലെങ്കിൽ കൂടി അതിന് സംരക്ഷണം കൊടുക്കുന്ന ഒരു ഭരണത്തെ നിലനിർത്തുന്നുണ്ടല്ലോ. ഈ ഭരണത്തെ അട്ടിമറിച്ച് അവരെ പുറത്താക്കി ഇതിനെ നിരോധിക്കുന്നതായിട്ടുള്ളൊരു ഭരണം കൊണ്ടുവരാതെ ആ ഭരണത്തെ പിന്താങ്ങുന്ന വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന നമുക്കുണ്ട് ആ ഹത്യയുടെ ഭാഗം, ഒരംശം. അതുതന്നെയാണ് നമുക്ക് രോഗങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും പീഡകളുമായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും അധികം ഹത്യ, ഹിംസ നടക്കുന്നത് കേരളത്തിലാണ്. ആ ഗോക്കളുടെ മുഴുവൻ ശാപം നമ്മൾ പേറിക്കൊണ്ടാണ് നമ്മുടെ തലമുറകൾ കഴിഞ്ഞുകൂടുന്നത് ഇവിടെ. അപ്പോൾ അത് വസതി, വാസസ്ഥാനം, സാത്വികം, താമസം, രാജസം എന്നൊക്കെ ഭേദമുണ്ട്. അതുപോലെ സുഖം, ഓരോരുത്തർക്കും ഓരോന്നിലാണ് സുഖം അല്ലേ? താമസ സുഖം അനുഭവിക്കുന്നവർ, രാജസ സുഖം അനുഭവിക്കുന്നവർ, സാത്വിക സുഖം അനുഭവിക്കുന്നവർ. താമസം എന്ന് പറഞ്ഞാൽ കള്ളും കഞ്ചാവും ഒക്കെ സുഖമാണ് ചിലർക്ക്. അതുതന്നെയാണ് താമസ സുഖം. അതിൽ നിന്ന് സുഖം നേടുക. അവരുടെ സുഖവിഷയങ്ങൾ കള്ളും കഞ്ചാവും മാംസവും വ്യഭിചാരവും അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ സുഖം തേടുന്നവർ, അവർ താമസ സുഖികളാണ്. അതുപോലെ രാജസ സുഖമുണ്ട്. മറ്റുള്ളവരുമായി മത്സരിച്ചും ഉപദ്രവിച്ചും ധനം സമ്പാദിച്ചുകൊണ്ട് സുഖിക്കുന്നവർ. വേറെ ചിലർ സാത്വികമായ കാര്യങ്ങളിലൂടെ, ധാർമ്മികമായ കാര്യങ്ങളിലൂടെ ധനം സമ്പാദിച്ച് ഏറ്റവും മിതമായ രീതിയിൽ ഏറ്റവും നല്ല കാര്യങ്ങളെ മാത്രം അനുഭവിക്കുന്നു. സാത്വികമായ വസ്തുക്കളിൽ നിന്ന് സുഖം തേടുന്നു, ധാർമ്മികമായ സുഖം തേടുന്നു. അത് ധാർമ്മികമായിട്ടുള്ള സുഖം, സാത്വികമായിട്ടുള്ള സുഖം. അതുപോലെ കർമ്മം, ഓരോരുത്തരുടെയും കർമ്മം അവരവരുടെ ഈ ഗുണത്തിനനുസരിച്ചാണ്. സാത്വിക വാസനയുള്ളവർ സാത്വിക കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു, രാജസ വാസനയുള്ളവർ രാജസ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു, താമസ വാസനയുള്ളവർ താമസ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പം ഇങ്ങനെ പിന്നെ ആഹാരഭേദങ്ങളും അതിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. താമസം, രാജസം, സാത്വികം എന്നുള്ളതായിട്ടുള്ള ഭേദം നമ്മുടെ ബുദ്ധിയെ മന്ദീഭവിപ്പിക്കുന്ന, മരവിപ്പിക്കുന്ന, അതിൻ്റെ പ്രവർത്തന ശക്തിയെ ക്ഷയിപ്പിക്കുന്നതായിട്ടുള്ള മാംസാദികളും ഇതൊക്കെ ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്യന്ത തമോ ഗുണം ബാധിക്കും, കലി ബാധിക്കും. ഇനി എരിവും പുളിയും തീക്ഷ്ണമായിട്ടുള്ള രുചികളും മസാലകളും ഒക്കെ കൂട്ടിക്കഴിച്ചാൽ രജോ ഗുണം വർദ്ധിക്കും. മറ്റേ മധുരവും എന്താ പറയുക, നെയ്യ് പോലെയുള്ളതായിട്ടുള്ള സ്നേഹമയവുമായിട്ടുള്ള സാത്വികങ്ങളായ പഴങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ഭക്ഷിച്ചാൽ അതിനനുസരിച്ചിരിക്കും മനുഷ്യൻ്റെ സ്വഭാവം. അപ്പം ഇങ്ങനെ ആഹാരഭേദാഹ, ഇങ്ങനെ ചുരുങ്ങിയ കാര്യങ്ങൾ ഇവിടെ ഉദാഹരണമായിട്ട് മേൽപ്പത്തൂർ പറഞ്ഞു. ഭഗവാൻ ഗീതയിലും ഉദ്ധവനോടും വളരെ വിസ്തരിച്ച് ഈ ഗുണത്രയങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട്, ശ്രദ്ധാത്രയങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞുകൂടെ മേൽപ്പത്തൂര്, ജ്ഞാനം ശ്രദ്ധ ച കർത്ത വസതിരപി സുഖം കർമ്മ ച ആഹാരഭേദാഃ. ഇതൊക്കെ ഹീനം മദ്യം ഉത്തമം എന്നിങ്ങനെ ഭിന്നരൂപം ഭവതി, ഭിന്ന ഭിന്ന രൂപത്തിൽ ഭവിക്കുന്നു. എന്ത് കാരണം? ത്രൈഗുണ്യാത്,
ത്രിഗുണങ്ങളുടെ ഭേദമാണ് അതിന് കാരണം. അപ്പോൾ ഓരോരുത്തരും ജനിച്ചു വരുമ്പോൾ ഓരോ ഗുണങ്ങളോട് കൂടിയിട്ടാണ് വരുന്നത്. പൂർവജന്മത്തിൽ എന്തായിരുന്നുവോ അതിൻ്റെ തുടർച്ചയാണ് ഈ ജന്മം. അപ്പോൾ പൂർവജന്മത്തിൽ താമസ ജീവിത രീതി പിന്തുടർന്നവർക്ക് ഈ ജന്മത്തിലും അതിൻ്റെ ഒരു തുടർച്ചയാണ്. പൂർവജന്മത്തിൽ രജോ ഗുണത്തിലേക്ക് ഉയർന്നിട്ടുള്ളവർക്ക് ഈ ജന്മം അതിൻ്റെ തുടർച്ചയാണ്. പൂർവജന്മത്തിൽ സാത്വികമായ ജീവിത രീതി കുറച്ചെങ്കിലും അവലംബിച്ചിട്ടുള്ളവർക്ക് ഈ ജന്മം ഒന്നുകൂടെ കൂടിയ സാത്വികമായിട്ടുള്ള ജീവിത രീതിയായിരിക്കും. അപ്പം ഇതിൽ നിന്ന് അടുത്ത നമ്മുടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ് ആർജിക്കേണ്ടത്? സാത്വിക ഗുണമാണ് ആർജിക്കേണ്ടത്. അതിന് സാത്വിക ശീലങ്ങളാണ് നമ്മൾ വളർത്തേണ്ടത് എന്നൊക്കെയാണ് ഈ ഭഗവാന്റെ ഉദ്ധവനും അർജുനനും കൊടുക്കുന്ന ഉപദേശങ്ങൾ. അപ്പൊ ഇവിടെ ത്രൈഗുണ്യാത് ഭിന്നരൂപം ഭവതി ഹി ഭുവനേ ഹീനമദ്യോത്തമം യദ ജ്ഞാനം ശ്രദ്ധാ ച കർത്താ വസതിരപി സുഖം കർമ്മ ച ആഹാരഭേദാഃ ത്വൽക്ഷേത്രത്വന്നിഷേവാദിതു യദിഹ പുനഃ ത്വൽപരം തത്തു സർവം പ്രാഹുർനൈർഗുണ്യനിഷ്ഠം തദനുഭജനതോ മൻഷു സിദ്ധോ ഭവേയം. എന്നാൽ ഗുണാതീതമായിരിക്കുന്ന അഥവാ നൈർഗുണ്യം എന്ന് പറയുന്ന ഒരു പട്ടികയുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത്. ത്വൽക്ഷേത്ര ത്വന്നിഷേവാദിതു യദിഹ പുനഃ ത്വൽപരം തത്തു സർവം പ്രാഹുർ നൈർഗുണ്യനിഷ്ഠം. സർവം നൈർഗുണ്യനിഷ്ഠം പ്രാഹു. ഇതെല്ലാം നൈർഗുണ്യനിഷ്ഠയോടുകൂടിയതാണ്, നൈർഗുണ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. ഏതാണ് നൈർഗുണ്യനിഷ്ഠമായിരിക്കുന്നത്? ത്വൽക്ഷേത്ര ത്വന്നിഷേവാദി. ത്വൽക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാരായണന്റെ ഗുരുവായൂരപ്പന്റെ ക്ഷേത്രങ്ങൾ, വൈഷ്ണവ ക്ഷേത്രങ്ങൾ. വൈഷ്ണവ ക്ഷേത്രങ്ങളെ സേവിക്കുന്നവർക്ക് സത്വഗുണം വർദ്ധിച്ചു വരും. അതിലൂടെ പിന്നീട് നിർഗുണാവസ്ഥയിലേക്ക് അവർക്ക് ഉയരാം. സാത്വിക ക്ഷേത്രങ്ങളാണ് വൈഷ്ണവ ക്ഷേത്രങ്ങൾ. അപ്പോൾ അവിടെ സത്വഗുണം വർദ്ധിച്ച് പിന്നെ നൈർഗുണ്യനിഷ്ഠം, നൈർഗുണ്യാവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തുന്നതാണ്. ത്വൽക്ഷേത്രം ത്വന്നിഷേവ. ത്വന്നിഷേവ എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിക്കൽ, നാരായണനെ സേവിക്കൽ, ഗുരുവായൂരപ്പനെ സേവിക്കൽ. ആ ഗുരുവായൂരപ്പന്റെ സേവ അത് സാത്വിക ആരാധനാക്രമമാണ്. അതിലൂടെ നമുക്ക് നൈർഗുണ്യത്തിലേക്ക് കടക്കാം. സാത്വികം മൂത്താൽ, ശുദ്ധ സാത്വികമായാൽ അത് നൈർഗുണ്യത്തിന് തുല്യം തന്നെയാണ്, നൈർഗുണ്യത്തിലേക്ക് നയിക്കും. സാത്വികം വർദ്ധിപ്പിച്ച് രാജസ താമസ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ മുഴുവൻ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശുദ്ധമായ സത്വം മാത്രം ശേഷിക്കും. ആ ശുദ്ധ സത്വവും നൈർഗുണ്യവും തമ്മിൽ വലിയ അന്തരം ഇല്ല. ഒരു മതിലിൻ്റെ മുകളിലിരുന്നാൽ അപ്പുറത്തേക്കും ചാടാം ഇപ്പുറത്തേക്കും ചാടാം എന്ന് പറഞ്ഞ പോലെ, തെക്കൻ ഭാഷയിൽ പറഞ്ഞാൽ കയ്യാലപ്പുറത്തെ തേങ്ങാ പോലെ അല്ലേ. നമ്മൾ എറണാകുളവും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആൾക്കാർ പറയുന്ന ഭാഷയാണ്. കോട്ടയം ഭാഗത്തൊക്കെ കയ്യാലപ്പുറത്തെ തേങ്ങാ പോലെ. സത്വഗുണം വർദ്ധിച്ചാൽ ആള് കയ്യാലപ്പുറത്ത് കയറി. കയ്യാല എന്നുള്ളത് അതിരിനെ പറയണം. വേലിയും അതിരും മതിലുകളും അതിനെയൊക്കെ കയ്യാല എന്ന് പറയും. അതിൻ്റെ പുറത്ത് നിൽക്കുന്ന തേങ്ങ അങ്ങടും വീഴാം ഇങ്ങടും വീഴാം. കാറ്റ് ഇങ്ങോട്ട് അടിച്ചാൽ ഇപ്പുറത്തേക്ക്, കാറ്റ് ഇപ്പുറത്തേക്ക് അടിച്ചാൽ ഇപ്പുറത്തേക്ക്. ചിലപ്പോൾ മതിലിൻ്റെ നെറുകയിൽ വീണാൽ അത് എങ്ങോട്ട് വേണമെങ്കിൽ ബൗൺസ് ചെയ്യാം. അപ്പം അതുപോലെയാണ് സത്വഗുണം സേവിച്ച് ആ ഒരു പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞ ഒരാൾ നിർഗുണാവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ത്വൽക്ഷേത്ര ത്വന്നിഷേവാദി യത് തൂ ത്വൽപരം സർവം. ഇനി അങ്ങയെ സംബന്ധിക്കുന്നത് എന്തും, വൈഷ്ണവമായിട്ടുള്ള ഏതും, വൈഷ്ണവമായിട്ടുള്ള ഗ്രന്ഥങ്ങളാകട്ടെ, വൈഷ്ണവമായിട്ടുള്ള സ്തോത്രങ്ങളാവട്ടെ, നാമാവലികളാവട്ടെ, ഭജനകളാകട്ടെ, ഒക്കെ തന്നെ അത് നിർഗുണത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന് പറയണം.
ഇപ്പൊ ത്വൽക്ഷേത്ര ത്വന്നിഷേവാദി യത് തു ത്വൽപരം സർവം, അങ്ങേ സംബന്ധിച്ചതായിട്ടുള്ള ഏതൊക്കെ ഉണ്ടോ തത്തു നൈർഗുണ്യനിഷ്ഠം ഇതി പ്രാഹു, അത് നൈർഗുണ്യത്തിൽ ഉറച്ചതാണെന്നാണ് മഹാത്മാക്കൾ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ഉറപ്പുണ്ട് ഇവര് പോകുന്ന വഴി ശരിയാണ്, ഇവർ നൈർഗുണ്യത്തിൽ എത്തിച്ചേരും, നൈർഗുണ്യമാണ് ഇവരുടെ ലക്ഷ്യം, അതിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വൈഷ്ണവ എന്താ പറയുക ഉപാസനകളെ ചെയ്യുന്ന വിഷ്ണു ഭക്തന്മാരെ സംബന്ധിച്ച് അത് നൈർഗുണ്യമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്, ഗുണാതീതർ തന്നെയാണ് അവര്. അതുകൊണ്ട് തദനുഭജനത മംഷു സിദ്ധ ഭവേയം, അഹം ഞാനും സിദ്ധ ഭവേയം സിദ്ധനായി ഭവിക്കും. മംഷു എന്ന് പറഞ്ഞാൽ ജഡിതി പെട്ടെന്ന്, എങ്ങനെ തദനുഭജനത അതിനെ അനുഭജനം ചെയ്തുകൊണ്ട്, ഏതിനെ നൈർഗുണ്യനിഷ്ഠമായതിനെ ഭജനം ചെയ്തുകൊണ്ട്, അനുഭജനം നിരന്തര ഭജനം. അപ്പൊ നൈർഗുണ്യനിഷ്ഠമായതിനെ നിരന്തര ഭജനം ചെയ്ത് ഞാനും പെട്ടെന്ന് സിദ്ധനായിത്തീരും, ഞാനും ആ മോക്ഷം പ്രാപിക്കും, ജന്മസാഫല്യം പ്രാപിക്കും, ലക്ഷ്യത്തെ പ്രാപിക്കും എന്ന് മേൽപ്പത്തൂര് പറയുകയാണ്. മംഷു സിദ്ധോ ഭവേയം, അഹം ഭവേയം, ഐ വിൽ ബിക്കം എന്നാണ് ഭവേയം എന്ന് പറഞ്ഞാൽ. എങ്ങനെ മംഷു ജഡിതി പെട്ടെന്ന്, അപ്പോ തത് അനുഭജനത അതിൻ്റെ അനുഭജനം ഹേതുവായിട്ട്, ഏതിൻ്റെ വൈഷ്ണവമായിട്ടുള്ള ഉപാസനകളുടെ ഫലമായിട്ട്, വിഷ്ണുവിനെ സംബന്ധിച്ചതായിട്ടുള്ള ഭാഗവതം, വിഷ്ണു പുരാണം മുതലായ പുരാണങ്ങളൊക്കെ പഠിക്കുകയും കേൾക്കുകയും കീർത്തനം ചെയ്യുകയും ഭഗവാന്റെ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ എപ്പോഴും വൈഷ്ണവപരമായ കാര്യങ്ങളിൽ മുഴുകി ഞാൻ നിർഗുണാവസ്ഥയെ പ്രാപിക്കും, എന്നിട്ട് സിദ്ധനായി ഭവിക്കും. സിദ്ധോ ഭവേയം. ഇത് ആ ഭാഗവതത്തിന്റെ സാരത്തെ മേൽപ്പത്തൂര് ചുരുക്കി പറഞ്ഞു. ത്രൈഗുണ്യാത് ഭിന്നരൂപം ഭവതി ഹി ഭുവനെ ഹീനമദ്യോത്തമം യജ്ഞാനം ശ്രദ്ധാ ച കർത്ത വസതിരപി സുഖം കർമ്മ ചാഹാരഭേദാഃ ത്വൽക്ഷേത്രത്വം നിഷേവാദി തു യദിഹ പുനഃ ത്വൽപരം തത്തു സർവം പ്രാഹുർനൈർഗുണ്യനിഷ്ഠം തദനുഭജനതോ മംഷു സിദ്ധോ ഭവേയം. ത്വയ്യേവ ന്യസ്തചിത്തഃ സുഖം ഐ വിചരൻ സർവചേഷ്ടാസ്ത്വദർത്ഥം ത്വൽഭക്തൈ സേവ്യമാനാനപി ചരിതചരാനാശ്രയൻ പുണ്യദേശാൻ ദസ്യൗ വിപ്രേ മൃഗാദിഷ്വപി ച സമമതിർ മുച്യമാനാവമാനസ്പർദ്ധാസൂയാദിദോഷഃ സതതമഖിലഭൂതേഷു സംപൂജയേ ത്വാം. ത്വയ്യേവ ന്യസ്തചിത്തഃ സുഖമയി വിചരൻ സർവചേഷ്ടാസ്ത്വദർത്ഥം ത്വൽഭക്തൈ സേവ്യമാനാനപി ചരിതചരാനാശ്രയൻ പുണ്യദേശാൻ ദസ്യൗ വിപ്രേ മൃഗാദിഷ്വപി ച സമമതിർ മുച്യമാനാവമാനസ്പർദ്ധാസൂയാദിദോഷഃ സതതമഖിലഭൂതേഷു സംപൂജയേ ത്വാം. അപ്പോ ഈ മുമ്പ് പറഞ്ഞ ആശയത്തെ ഒന്നുകൂടെ വിപുലമാക്കി പറയുകയാണ്. തത് അനുഭജനതോ മംഷു സിദ്ധോ ഭവേയം എന്ന് ഭഗവാൻ ഒരു പ്രോമിസ് കൊടുത്തു മേൽപ്പത്തൂര്. വൈഷ്ണവ കാര്യങ്ങളെ സേവിക്കുന്നവനായിക്കൊണ്ട് ഞാൻ വേഗം സിദ്ധനായി ഭവിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് അതൊക്കെ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ ഡീറ്റെയിൽസ് ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ് ഈ രണ്ടാം ശ്ലോകത്തില്. ത്വയി ഏവ ന്യസ്തചിത്തഃ സുഖം ഐ വിചരൻ. ഐ എന്നിവിടെ ഉണ്ട്, സുഖം ഐ, അത് സുഖമയി എന്ന് കാണും. അവിടെ സുഖം ഐ പിരിക്കണം. ഐ എന്ന് പറഞ്ഞാലോ അല്ലയോ, ഭഗവാനെ സംബോധനയാണ് ഐ എന്ന്. അല്ലയോ ഐ ഗിരി നന്ദിനി നന്ദിതമേദിനി അല്ലേ, അവിടെ എന്താണ് ഐ.
ഐ എന്നുള്ളത് അലയോ ഗിരിനന്ദിനി, അലയോ പാർവതീദേവി എന്ന് ദേവിയെ സംബോധന ചെയ്യാണ്. അതുപോലെ ഇവിടെ ഐ ഒരു സംബോധനയാണ്. ഹേ, ഭോ, രേ, ഇങ്ങനെയൊക്കെയാണ് സംസ്കൃത ഭാഷയിലെ സംബോധനകൾ. അത് ചിലത് നമുക്കൊരു ബഹുമാനത്തോടുകൂടെ വിളിക്കാൻ വേണ്ടി തോന്നുമ്പോഴാണ് ഈ ഐ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള സംബോധന കൂടുതലായിട്ട് പ്രയോഗിക്കുക, ഒരു കൂടുതൽ ബഹുമാനം. ഭോ, രേ, ഹേ എന്നൊക്കെ വിളിക്കാം. അതും സന്ദർഭത്തിനനുസരിച്ച് ഇപ്പോൾ കവികൾക്ക് എവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അവർക്ക് ആ പ്രാസം അല്ലെങ്കിൽ ആ മാത്രകൾ തികയ്ക്കാൻ ഒക്കെ എങ്ങനെ ഏത് പദമാണോ ഫിറ്റാവുന്നത് അത് അവിടെ ചേർത്ത് വെക്കാം. അപ്പോൾ ഐ ഭഗവാനെ സംബോധന ചെയ്തു. അല്ലയോ ഗുരുവായൂരപ്പ, ത്വയ്യേവ ന്യസ്തചിത്ത സുഖം വിചരന്, ത്വയ്യേവ അങ്ങയിൽ തന്നെ, ന്യസ്തചിത്ത ഉറപ്പിച്ച മനസ്സോടുകൂടിയവനായിട്ട്, സുഖം വിചരന് ഞാൻ സുഖമായി വിചരിച്ച്. ഭഗവാനിൽ മനസ്സുറപ്പിച്ചാൽ ജീവിതം സുഖമാവും എന്നർത്ഥം. ഒരു ക്ലേശവുമില്ല, ആനന്ദമാണ്. ഭഗവാനിൽ മനസ്സുറപ്പിക്കുന്നവർക്ക് എല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്നുള്ളതായിട്ടുള്ള നിശ്ചയമുണ്ട്. ഇനി എന്തു തന്നെ ദുഃഖങ്ങളും ക്ലേശങ്ങളും ഒക്കെ വന്നാലും ഒക്കെ ഭഗവാന്റെ നിശ്ചയമാണത്, ഭഗവാന്റെ ഇച്ഛയാണ്, ഭഗവാന്റെ പ്രസാദമാണ്. ആവലാതിയില്ലാതെ, കംപ്ലൈന്റ് ഇല്ലാതെ അവയെ പ്രസാദബുദ്ധിയാ സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും അത് അങ്ങയുടെ ഇച്ഛ, അതുകൊണ്ട് എനിക്ക് ആവലാതി പറയാനില്ല. ഭഗവാനോട് പറയില്ല എന്നോട് ഈ പണി വേണ്ടിയിരുന്നോ എന്ന് ചോദിക്കില്ല ആര്? ഒരു നല്ല ഭക്തൻ. എന്നോട് ഈ പണി വേണ്ടിയിരുന്നോ എന്ന് ചോദിക്കുന്നവര് രാജസ താമസ ഗണങ്ങളിൽപ്പെട്ടവരാണ്. സാത്വികന്മാരായി കഴിഞ്ഞാൽ പിന്നെ ചോദിക്കില്ല. ഭഗവാനെ, എന്നെയാണല്ലേ ഈ പരീക്ഷയ്ക്ക് തെരഞ്ഞെടുത്തത്, ഭാഗ്യവാനായി ഞാൻ. എന്നെ ഒന്നുകൂടെ ശുദ്ധി ചെയ്യാൻ വേണ്ടി അങ്ങ് തന്ന ഒരു പരീക്ഷയായിട്ട് ഞാൻ ഇതിനെ എടുക്കുന്നു. എൻ്റെ ഭക്തിയെ അങ്ങ് പരീക്ഷിച്ചു നോക്കുകയാണല്ലേ. എന്നെ ഇങ്ങനെയൊക്കെ ക്ലേശിപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ മറക്കുന്നുണ്ടോ, അങ്ങയെ ചീത്ത വിളിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണല്ലേ. ഞാൻ ഒരിക്കലും അങ്ങയെ ചീത്ത വിളിക്കില്ല, ഞാൻ അങ്ങയെ മറക്കാനും പോകുന്നില്ല. എനിക്ക് എന്ത് ക്ലേശം വേണമെങ്കിൽ തന്നോളൂ. നമ്മുടെ കുന്തിദേവി പറഞ്ഞ ലെവലിലേക്ക് എത്തും. വിപദസ്സന്തു നശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യത് സ്യാത് അപുനർഭവ ദർശനം. എപ്പോഴും ക്ലേശങ്ങളും ആപത്തുകളും നൽകുമ്പോൾ ഭഗവാനെ സ്മരിക്കാനുള്ളൊരവസരമാണ്. അങ്ങയെ സ്മരിച്ചാലോ അത് അപുനർഭവ ദർശനമാണ്, അത് മോക്ഷത്തിലേക്കുള്ള മാർഗമാണ്. അതുകൊണ്ട് എന്നെ പരീക്ഷിച്ചോളൂ, എന്നെ പാകപ്പെടുത്തിക്കോളൂ. എൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള കറകളൊക്കെ നല്ലോണം പോകട്ടെ. എന്തൊക്കെ അഴുക്കുകളുണ്ട്, എന്തൊക്കെ രാഗദ്വേഷങ്ങളുണ്ട്, അതിനെയൊക്കെ കളയാനുള്ളൊരു പരീക്ഷയായിട്ട് ഞാൻ ഇപ്പോൾ അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയെ ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ കംപ്ലൈന്റ് പറയുന്നില്ല. അതുകൊണ്ട് എന്താണ് ഭവിക്കണച്ചാ ഭവിച്ചോട്ടെ. യദ്യത് ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം. എന്തൊക്കെ ഭവിക്കാനുണ്ടോ ഒക്കെ പൂർവകർമാനുരൂപം ഭവതു, ഞാൻ മാറ്റാൻ പറയുന്നില്ല. ഏതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മജന്മാന്തരേപി ത്വത്പാദാംബോരുഹയുഗഗദാ നിശ്ചലാ ഭക്തിരസ്തു. ഇത് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഞാൻ എവിടെ പോയാലും, ഏത് ജന്മത്തിലും, ഏത് അവസ്ഥയിലും ത്വൽപാദാംബോരുഹയുഗഗദാ നിശ്ചലാ ഭക്തിരസ്തു, അങ്ങയിലുള്ള ഇളകാത്ത ഭക്തി തന്ന് അനുഗ്രഹിച്ചാൽ മതി. ബാക്കി പുറത്ത് എന്ത് വേണമെങ്കിൽ നടന്നോട്ടെ, അല്ലേ? പിടിക്കാനുള്ള പിടിവള്ളി ഉണ്ടെങ്കിൽ പിന്നെ ചുറ്റും എത്ര വലിയ കാറ്റും കോളും എത്ര വലിയ തിരമാലകളും ഉണ്ടെങ്കിൽ തന്നെ എന്താണ്? ഭഗവാൻ ഉണ്ടല്ലോ രക്ഷിക്കാൻ.
അപ്പോൾ ത്വയ്യേവന്യസ്തചിത്തഃ സുഖം വിചരന്, ജീവിതത്തെ സുഖമായി കഴിച്ചു കൂട്ടിയിട്ട് ജീവിതം നയിച്ച് വിചരന് സർവചേഷ്ടാഃ ത്വദർത്ഥം വിചരന്, സർവചേഷ്ടാഃ എൻ്റെ എല്ലാ ചേഷ്ടകളും ത്വദർത്ഥം അങ്ങേക്കായിക്കൊണ്ട് വിചരന് ചെയ്തിട്ട് കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ട് സർവചേഷ്ടകളെയും ത്വദർത്ഥം വിചരന് അങ്ങേക്കായിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് സർവചേഷ്ടാസ്ത്വദർത്ഥം ത്വൽഭക്തൈഹി സേവ്യമാനാനപി ചരിതചരാനാശ്രയൻ പുണ്യദേശാൻ, ത്വൽഭക്തൈഹി സേവ്യമാനാൻ ചരിതചരാനപി, അങ്ങയുടെ ഭക്തന്മാരാൽ സേവിക്കപ്പെടുന്നതും മുൻപ് വലിയ ചരിത്രങ്ങളിൽ മഹാത്മാക്കളാൽ സേവിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള പുണ്യദേശാനാശ്രയന്, പുണ്യദേശങ്ങളെ ആശ്രയിച്ചുകൊണ്ടും. അപ്പോൾ ഭഗവാന്റെ കഥകളോട് ബന്ധപ്പെട്ടും ഭഗവാന്റെ ഭക്തന്മാരോട് അവരുടെ ചരിത്രങ്ങളോട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള പുണ്യദേശങ്ങളെ ആശ്രയിച്ചുകൊണ്ട്, പുണ്യദേശങ്ങളിൽ വസിച്ചുകൊണ്ട്, പുണ്യദേശങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട്, പുണ്യദേശങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് പുണ്യചിന്ത വരും. പാപികളുടെ നടുവിലിരുന്നാൽ പാപചിന്തയേ വരൂ. ചുറ്റും കുഴിമന്തി 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 എന്ന് ബോർഡ് കണ്ടാല് നമ്മുടെ ഉള്ളിലും വേണ്ടാത്തതൊക്കെ തോന്നും. ചുറ്റും ബാറ് ബാറ് ബാറ്. ഏറ്റവും അധികം ബാറുകൾ കേരളത്തിലാണ്. മുഴത്തിന് ബാറ്, മുഴത്തിന് എന്താ എൻ്റെ ഷോപ്പിന്റെ പേര്, ബീവറേജസ് ഷോപ്പുകള്, ചുറ്റും മാംസം വിൽക്കുന്നതായിട്ടുള്ള അറവുശാലകള്, അങ്ങനെ എന്തൊക്കെ വൃത്തികേടുകൾ ചുറ്റുമുണ്ടോ അതിൻ്റെ നടുവിൽ പോയി ജീവിച്ചാൽ തീർച്ചയായിട്ടും ആ വാസന നമ്മുടെ ഉള്ളില് പൊങ്ങി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള ദേശത്തല്ല പോകേണ്ടത്. ഭഗവാന്റെ ലീലകളുമായി ബന്ധപ്പെട്ടതോ ഭഗവാന്റെ ഭക്തന്മാര് ഭഗവാനെ ഭജിച്ചു സേവിച്ചതായിട്ടുള്ള ദേശങ്ങളോ മഹാത്മാക്കളുടെ തപസ്സുകൊണ്ട് പവിത്രമായിട്ടുള്ള പുണ്യ തീർത്ഥസ്ഥാനങ്ങളോ, അങ്ങനെയൊക്കെ അവിടെയൊക്കെ പോയാലോ എത്ര തന്നെ മോശചിന്ത വന്നാലും അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും. ഏറ്റവും ചീപ്പസ്റ്റ് ചിന്ത വന്നാൽ പോലും അതിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അപ്പൊ പിന്നെ ഉയർന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗംഗാതീരത്തോ യമുനാ തീരത്തോ വൃന്ദാവനത്തിലോ മധുരയിലോ കാശിയിലോ അല്ലെങ്കിൽ ഹിമാലയത്തിലോ ഭഗവാന്റെ ഭക്തനായ ഉദ്ധവനും നാരദനുമൊക്കെ തപസ് ചെയ്യുന്ന നരനാരായണന്റെ ഭൂമിയായ ബദരീനാഥത്തിലോ ഇങ്ങനെ ഓരോ ദേശത്തും പോയിട്ട് താമസിച്ചാൽ എന്തായാലും സാത്വികങ്ങളായ ചിന്തകൾ തന്നെയാണ് ഭൂരിഭാഗവും വരിക. വല്ലപ്പോഴും നമ്മുടെ വാസനകളുടെ സമ്മർദ്ദം കൊണ്ട് ചെറിയ വല്ല ചിന്തകൾ വന്നാലും അതും അത്രയ്ക്ക് മോശമൊന്നും ആയിരിക്കില്ല. അതിനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാവുകയില്ല. ഇവിടെ നമ്മുടെ കേരളം അങ്ങനെയല്ല. കേരളം ആളുകളെ നല്ലത് ചിന്തിക്കാൻ പാടില്ല, നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കേരളത്തിൽ ഇത്രയും ബാറുകളും അതുപോലെയുള്ള എല്ലാ കൊള്ളരുതായ്മകളും സാങ്ഷൻ കൊടുത്തു വച്ചിരിക്കുന്നത്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മയക്കുമരുന്നുകളുടെയും വ്യഭിചാരത്തിൻ്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലാണ് ഏറ്റവും അധികം, വേറെ എവിടെയില്ല ഇത്രയും. എന്തിന്? ഇവിടെയുള്ള ചെറുപ്പക്കാരെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. ഇവിടെ ചെറുപ്പക്കാർ നന്നായി വരാൻ പാടുള്ളതല്ല, വിവരമുള്ളവരാവാൻ പാടുള്ളതല്ല. അങ്ങനെ എല്ലാവരും നന്നായാൽ മതം മാറ്റാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരും വിവരമുള്ളവരായാൽ
ചില മതങ്ങൾക്കിവിടെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിളനിലമാവില്ല, ഫലഭൂയിഷ്ഠത ഉണ്ടാവില്ല. അപ്പോൾ ഹിന്ദു ജനങ്ങളെ മൂഢജനങ്ങളാക്കി തന്നെ എന്നും നിലനിർത്തണം, അവരെ എല്ലാം നശിപ്പിക്കണം, അവരുടെ സമ്പത്ത് ലോട്ടറി എടുത്തിട്ടും മദ്യം കുടിച്ചിട്ടും കൊള്ളയടിക്കണം. അവരുടെ സ്വഭാവത്തെ ഏറ്റവും വികൃതമാക്കണം. ഏറ്റവും അധികം മാനസിക രോഗികളെന്ന് ഹിന്ദുക്കളുടെ ഇടയിലാണ്. മദ്യപാനത്തിന് അടിമകളായിട്ട് എത്രയോ നല്ല നല്ല കുടുംബങ്ങളിൽ പോലും സ്വൈരമില്ലാതായിരിക്കുന്നു. പിന്നെ ബാക്കിയുള്ളവരുടെ കഥ പറയേണ്ടതില്ലല്ലോ, താഴേക്കിടയിലുള്ളവരുടെ കഥ പറയേണ്ട ആവശ്യമില്ല. എന്നും അടിയും തല്ലും വക്കാണവും വഴക്കും. അപ്പോൾ എന്നും അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഒരു വശത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഇവിടെ നടക്കുന്ന പ്രവൃത്തികൾ മുഴുവൻ അതിന് വിപരീതമായിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ദേശത്ത് താമസിച്ചാൽ വളരെ മോശമാണ് നമ്മുടെയൊക്കെ മനസ്സ്. ഈ ചെളിക്കുണ്ടിലാണ് നമ്മളൊക്കെ ആണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ശ്രേഷ്ഠങ്ങളായ സ്ഥലങ്ങളെ സേവിക്കണം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ അതിനെ മാറ്റിയെടുക്കണം. ഗുരുവായൂർ പോലെയുള്ളതായിട്ടുള്ള പവിത്രമായ സ്ഥാനങ്ങൾ പോലും ആരാണ് ഇപ്പോൾ കൈയടക്കിയിരിക്കുന്നത്? ആരുടെ കയ്യിലാണ് ഗുരുവായൂരിലെ കെട്ടിടങ്ങളും ലോഡ്ജുകളും ഹോട്ടലുകളും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം ആരുടെ കയ്യിലാണ്? അന്വേഷിച്ച് നോക്കൂ പോയിട്ട്. ഹിന്ദുക്കൾ അവിടെ കുറിയിട്ടിട്ട് നിൽക്കുന്നുണ്ടാവും, വെറും ജോലിക്കാരായിട്ട്, കടയിലെ കാവൽക്കാരായി ജോലിക്കാരായി നിൽപ്പുണ്ടാവും. ഹോട്ടലാണെങ്കിലും ശരി, ഏത് സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിലും ശരി, അവിടെയൊക്കെ വെറും കൂലിക്കാർ മാത്രമാണ് ഹിന്ദുക്കൾ. ആ കടകളുടെയൊക്കെ ഉടമസ്ഥന്മാർ, അതിലെ മെറ്റീരിയൽസൊക്കെ ആരുടെയാണെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണെങ്കിലും അതിലൂടെ നടക്കുന്ന എല്ലാ പരിപാടികളും മറ്റൊരു കൂട്ടരുടെയാണ്. അവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ആരാണ്? അവിടുത്തെ MLA MP ആരൊക്കെയാണ്? അന്വേഷിക്കുക. അപ്പോൾ ആർക്കാണ് അവിടെ വോട്ട് കൂടുതൽ? ആർക്കാണ് അവിടെ വോയിസ് കൂടുതൽ? ദേവസ്വം ഭരിക്കുന്നത് ആരാ? എല്ലാം കൊണ്ടും ആ ഗുരുവായൂർ എന്നുള്ള പവിത്ര ദേശത്തെ പോലും ഏറ്റവും അധികം മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടർ. എല്ലാം അന്വേഷിച്ചോളൂ പോയിട്ട്, എൻ്റെ പണിയല്ല. ഞാൻ വേണ്ടത്ര അന്വേഷിച്ചിട്ടുണ്ട്. ഓരോരുത്തരും പോയി അന്വേഷിക്കുക, എന്നിട്ട് സത്യമാണോ എന്ന് അറിയുക. ഞാൻ വെറുതെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പുഴു അടിക്കുകയാണോ എന്ന് നിങ്ങൾ തന്നെ അന്വേഷിക്കുക. ത്വയ്യേവന്യസ്തചിത്തഃ സുഖമയി വിചരൻ സർവചേഷ്ടാസ്ത്വദർത്ഥം ത്വൽഭക്തൈ സേവ്യമാനാനപി ചരിതചരാൻ ആശ്രയൻ പുണ്യദേശാൻ ദസ്യൗ വിപ്രേ മൃഗാദിഷ്വഭിജ സമമതിഃ മുച്യമാനാവമാനസ്പർദ്ധാസൂയാദിദോഷഃ സതതമഖിലഭൂതേഷു സംപൂജയേ ത്വാം. അപ്പോൾ പുണ്യദേശങ്ങളെ സേവിച്ചുകൊണ്ടും, അതുപോലെ ദസ്യൗ, ദസ്യു എന്ന് പറഞ്ഞാൽ കള്ളന്മാര്, കൊള്ളക്കാരെന്നൊക്കെ അർത്ഥമാണ് ദസ്യു. തട്ടിപ്പറിക്കാര്, കൊള്ളക്കാര്, കള്ളന്മാര് ഒക്കെ ദസ്യു. ദസ്യൗ എന്ന് പറഞ്ഞാൽ കള്ളനിലും ചോരനിലും, വിപ്രേ ശ്രേഷ്ഠനായ ബ്രാഹ്മണനിലും, മൃഗാദിഷു മൃഗങ്ങളിലും, അപിച്ച് എല്ലാവരിലും, സമമതിഹി സമബുദ്ധിയോടുകൂടിയവനായിട്ട്. ഗീതയിൽ പറയുന്ന വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വഭാഗേ ച പണ്ഡിതാ സമദർശിനഃ. വിദ്യാവിനയ സമ്പന്നൻ ആയ ബ്രാഹ്മണനിലും, പശുവിലും, ആനയിലും, ശ്വാവിലും അഥവാ നായയിലും,
സ്വാവിനെ പാചകം ചെയ്യുന്ന ചണ്ടാളനിലും എല്ലാറ്റിലും ഒരേ വസ്തുവിനെ, ഒരേ ആത്മാവിനെ ദർശിക്കുന്നവരാണ് പണ്ഡിതന്മാർ. സമദർശിനഃ പണ്ഡിതാഹ. അപ്പൊ അതുപോലെ ഞാനും സമമതിയായിട്ട് എല്ലാവരിലും ഭഗവാനെ കാണാൻ ഞാൻ ശ്രമിക്കും. സമമതിഹി. എന്നിട്ട് മുച്ഛമാനാവമാന സ്പർദ്ധാസൂയാദിദോഷ. മോചിപ്പിച്ചിട്ട് എന്തിനെ? മാനം, അവമാനം എന്നുവെച്ചാൽ എനിക്ക് ആരെങ്കിലും എന്നെ സൽക്കരിക്കുകയോ പൂജിക്കുകയോ ബഹുമാനിക്കുകയോ പുകഴ്ത്തുകയോ ഒക്കെ ചെയ്താലും അതിലൊന്നും ഭ്രമിക്കാതെ, ആരെങ്കിലും എന്നെ അവമാനിച്ചാൽ അതിലും ഞാൻ തകർന്നു പോകാതെ, അതിനൊന്നും പ്രതികരിക്കാൻ പോകാതെ, മാനവും അപമാനവും പൂജയും നിന്ദയും സ്തുതിയുമെല്ലാം ഞാൻ ഒരുപോലെ കണ്ടുകൊണ്ട് മുച്ഛമാനാവമാന സ്പർദ്ധ അസൂയാദി ദോഷ. സ്പർദ്ധ മറ്റുള്ളവരുമായിട്ട് ശണ്ടയും മത്സരവും, അസൂയ മറ്റുള്ളവരുടെ അഭ്യുന്നതി ഉയർച്ച കാണുമ്പോൾ നമുക്ക് അസഹിഷ്ണുത, അതിനെ നശിപ്പിക്കണം എന്നുള്ളതായിട്ടുള്ള ചിന്ത, അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഇല്ലാത്തവനായിട്ട്. അസൂയ, മാത്സര്യം, യുദ്ധം മുതലായതൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, മാന അപമാനങ്ങളെ തുല്യമായി കണക്കാക്കിക്കൊണ്ട്, രണ്ടിലും എൻ്റെ ബാലൻസ് ഞാൻ കളയാതെ എല്ലാവരിലും സമമായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ അറിഞ്ഞുകൊണ്ട് സമഭാവനയോടുകൂടെ അഖിലഭൂതേഷു സതതം ത്വാം സംപൂജയേ. അഖില ചരാചരങ്ങളിലും സതതമായിരിക്കുന്ന എല്ലായ്പ്പോഴും ത്വാം സംപൂജയേ, ഞാൻ അങ്ങയെ തന്നെ സമ്യക്കായി പൂജിച്ചു കൊള്ളാം. എല്ലാവരിലും ആത്മസ്വരൂപനായി നിറഞ്ഞിരിക്കുന്ന അങ്ങയെ പൂജിച്ചു കൊള്ളാം. അങ്ങനെ ഞാൻ പരിശീലിക്കാം എന്ന് ഗുരുവായൂരപ്പനോട് മേൽപ്പത്തൂര് വാഗ്ദാനം കൊടുക്കുകയാണ്. ഞാൻ കരകയറാനായിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാം? അങ്ങയിൽ തന്നെ ന്യസ്തചിത്തനായി സുഖമായി സഞ്ചരിച്ചുകൊണ്ട് സർവകർമ്മങ്ങളെയും അങ്ങയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ഭക്തന്മാരാൽ സേവിക്കപ്പെട്ടതും മറ്റ് പൂർവീകരാൽ സേവിക്കപ്പെട്ടതുമായ പുണ്യദേശങ്ങളെ സേവിച്ചുകൊണ്ട് കള്ളനിലും ബ്രാഹ്മണനിലും മൃഗങ്ങളിലും എല്ലാറ്റിലും സമബുദ്ധിയോടുകൂടെ, എല്ലാറ്റിലും ഈശ്വര ബുദ്ധിയോടുകൂടെ മാനാപമാനങ്ങളെയും അതുപോലെ സ്പർദ്ധ അസൂയാദി ദോഷങ്ങളെയും വെടിഞ്ഞ് എല്ലായ്പ്പോഴും എല്ലാ ഭൂതങ്ങളിലും അങ്ങയെ പൂജിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും. അങ്ങനെ ഞാൻ ഗുണാതീതനായി എല്ലാ ഗുണങ്ങളെയും ജയിക്കും. അങ്ങയുടെ അടുത്തേക്ക് എത്തിച്ചേരും, ഞാൻ യോഗ്യനായിത്തീരും. ത്വയ്യേവന്യസ്തചിത്തഃ സുഖമയി വിചരൻ സർവചേഷ്ടാസ്ത്വദർത്ഥം ത്വൽഭക്തൈ സേവ്യമാനാനപി ചരിതചരാൻ ആശ്രയൻ പുണ്യദേശാൻ ദസ്യൗ വിപ്രേ മൃഗാദിഷ്വപി ച സമമതിഃ മുച്യമാനാവമാനസ്പർദ്ധാസൂയാദിദോഷഃ സതതമഖിലഭൂതേഷു സംപൂജയേ ത്വാം. ത്വൽഭാവോ യാവദേഷു സ്ഫുരതി ന വിശദം താവദേവം ഹ്യുപാസ്തിം കുർവൻ ഐകാത്മ്യബോധേ ജഡിതി വികസതി ത്വന്മയോഹം ചരേയം ത്വദ്ധർമ്മസ്യാസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശഃ തസ്മാത് സർവാത്മനൈവ പ്രദിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം. ത്വൽഭാവോ യാവദേഷു സ്ഫുരതി ന വിശദം താവദേവം ഹ്യുപാസ്തിം കുർവൻ ഐകാത്മ്യബോധേ ജഡിതി വികസതി ത്വന്മയോഹം ചരേയം ത്വദ്ധർമ്മസ്യാസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശഃ തസ്മാത് സർവാത്മനൈവ പ്രദിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം. പൂർവ ശ്ലോകത്തിന്റെ ആശയം തുടർന്നുകൊണ്ട് പറയുന്നു. യേഷു ത്വൽഭാവഃ യാവത് ന വിശദം സ്ഫുരതി താവത് ഏവം ഹി ഉപാസ്തിം കുർവൻ. ഇപ്പോൾ യേശു എന്ന് പറഞ്ഞാൽ ഇവകളിൽ എന്നാണ്. ഇവകൾ എന്ന് പറഞ്ഞാലോ മുമ്പ് പറഞ്ഞതായിട്ടുള്ള
ദസ്യു വിപ്രൻ മൃഗങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ? കള്ളനിലും ബ്രാഹ്മണനിലും മൃഗങ്ങളിലും എല്ലാം ത്വൽഭാവഃ യാവത് ന വിശദം സ്ഫുരതി. യാവത് എത്ര കാലത്തോളം അങ്ങയുടെ ഭാവം എനിക്ക് വിശദമായി സ്ഫുരിക്കുന്നില്ലയോ, വ്യക്തമായി കാണാൻ കഴിയുന്നില്ലയോ, അതുവരേക്ക് താവത്. അപ്പൊ എല്ലാറ്റിലും അങ്ങയെ തന്നെ കാണുന്ന ഭാവത്തിലേക്ക് ആവണം. ആ ഒരു ഔന്നത്യത്തിലേക്ക് ഉയരാൻ വേണ്ടി ഞാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും, വിശദമായി സ്ഫുരിക്കുന്നത് വരെ. താവത് ഏവം ഹി ഉപാസ്തിം കുറുവൻ. അതുവരേക്കും ഇപ്രകാരം തന്നെ ഉപാസനയെ ചെയ്തുകൊണ്ട്, എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരം എന്താണോ ഭാവന ചെയ്യുന്നത് നമ്മൾ അതായിത്തീരും. ആസ് യു തിങ്ക് സോ യു ബിക്കം, യദ്ഭാവഃ തദ്ഭവതി. എന്താണോ നമ്മുടെ ഭാവം, എന്താണോ നമ്മുടെ നിരന്തരമായ ഭാവന, നമ്മൾ അതായിത്തീരും. അപ്പൊ നിരന്തരമായി പോസിറ്റീവായ ചിന്ത നിലനിർത്തുക, നിരന്തരമായ ഈശ്വര ചിന്ത നിലനിർത്തുക. ഇവിടെ നിരന്തരമായി എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ ശ്രമിക്കുക. കള്ളനിലും മൃഗങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠനെന്ന് കരുതുന്ന ബ്രാഹ്മണനിലും നിരന്തരം ഭഗവാനെ കാണാനായിക്കൊണ്ട് ഞാൻ ഉപാസന ചെയ്യും. ഉപാസ്തിം കുറുവന്, ഉപാസ്തിയെ ചെയ്തുകൊണ്ട് സേവിച്ചുകൊണ്ട്. ഗുരുവായൂരപ്പ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മറന്നുപോകും, അതിൽ നിഷ്ഠ കിട്ടുമൊന്നുമില്ല ഉടനെ തന്നെ. ഞാൻ വിചാരിക്കുമ്പോഴേക്കും അങ്ങടെ എല്ലാറ്റിലും ഒരുപോലെ ഭഗവാനെ കാണാനൊന്നും സാധിക്കില്ല. പക്ഷെ എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെയാണ് കാണേണ്ടത്. അതാണ് സമ്യക് ദർശനം, അതാണ് ശരിയായ ദർശനം. സമദർശനമാണ് സമ്യക്കായ ദർശനം. എല്ലാറ്റിലും ഈശ്വരനെ കാണുന്നതാണ് ഉത്തമമായിട്ട് ദർശനം. ഈ ബുദ്ധി എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പഴയ വാസന എന്നെ വഴിതെറ്റിക്കും, എൻ്റെ ചിന്തകളെ മാറ്റിമറിക്കും. അറിയാം, എങ്കിലും ഞാൻ വിടില്ല. വഴുക്ക് മരം കയറുമ്പോൾ അല്ലെ, ഇടയ്ക്കിടയ്ക്ക് വഴുക്കി താഴോട്ട് വീഴും. എന്നാലും ഞാൻ പ്രയത്നം തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഉറിയടി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത്, നമ്മുടെ കേരളത്തിൽ പാലക്കാടൊക്കെ ഉണ്ട്, ബോംബെയിലൊക്കെ ഉണ്ടാവും. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഭഗവാന്റെ ലീലകളെ ഓർമ്മിപ്പിക്കാനായിക്കൊണ്ട് കുട്ടികൾക്ക് ഉറിയടി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഒരു വഴുക്കുമരം കയറലുണ്ട്. നല്ല ഉയരമുള്ള ഒരു പോള് നന്നായി കുഴിച്ചിടും ഭൂമിയിൽ. നല്ല ഉയരമുണ്ടാവും, ഒരു 20 അടി എങ്കിലും മിനിമം ഹൈറ്റ് ഉണ്ടാവും. 20 അടി പോരാ, അതിലും കൂടുതൽ. എത്ര നല്ല തടി കിട്ടുമോ അത്രയും നോക്കും അവർ. മുള കൊണ്ടാണ് ഉണ്ടാക്കുക. നല്ല വണ്ണമുള്ള മുള നല്ലോണം ചെത്തി മിനുക്കി അതിൻ്റെ യാതൊരു തരത്തിലുള്ള റഫും ഇല്ലാതെ നല്ലോണം സ്മൂത്താക്കി ഉഴിഞ്ഞ്, ആശാരിമാരെ കൊണ്ട് അതിൻ്റെ എല്ലാ ഷാർപ്പതും ഒഴിഞ്ഞു കളഞ്ഞ് അതിൽ കൊഴുത്ത കൊട്ടെണ്ണ, കാസ്റ്റർ ഓയിൽ, അതല്ലെങ്കിൽ ചില മരങ്ങളുടെ മറ്റ് ചില ചെടികളുടെ ഇലകൾ, നല്ല കൊഴുപ്പുള്ള ഇലകൾ. ഇപ്പോൾ വെണ്ടയ്ക്ക പോലെയുള്ളതായിട്ടുള്ള ചെടികളുടെ ഇലയൊക്കെ പിഴിഞ്ഞാൽ ഒരു കൊഴുപ്പ് കിട്ടും അല്ലേ? അത് സോപ്പിനേക്കാൾ എണ്ണയേക്കാൾ വഴുക്കി വീഴുന്നതാണ്. അങ്ങനെയുള്ള കൊഴുപ്പ് കൊണ്ട് ഇതിലൊക്കെ തേക്കും. എന്നിട്ട് കുട്ടികളെ അതിൽ കയറാൻ പറയും. മുകളിൽ ഒരു കിഴി വെച്ചിട്ടുണ്ടാവും, ആ കിഴിയിൽ പൈസ വെച്ചിട്ടുണ്ടാവും. അതന്നെ പൈസയും കുറച്ച് എന്തെങ്കിലും തിന്നാനുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടി, ബലൂണ് മുതലായതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് കൗതുകം, കുട്ടികൾക്കൊരു ആവേശം. അങ്ങനെ കുട്ടികൾ വരിവരിയായിട്ട് അതിൽ കയറും. അപ്പോൾ വലിയവരൊക്കെ മാറി നിൽക്കും. വലിയ കുട്ടികൾ സാമർത്ഥ്യക്കാരാണ്. എന്തിനാണ് ഈ ചെറിയ കുട്ടികളെയൊക്കെ ആദ്യം കയറ്റിവിട്ട് അവരിങ്ങനെ വഴുക്കി വീഴുമ്പോൾ അവരെ താഴത്തുനിന്ന് താങ്ങി പിടിക്കുകയും ചെയ്യും. എന്തിനാണ്? ഇവർ കയറി ഇവരുടെ മാറത്ത് ഈ എണ്ണ മുഴുവൻ മാറിക്കിട്ടണം. ഇവരെത്ര കയറാൻ ശ്രമിച്ചാലും കുട്ടികൾക്ക് എത്താൻ പറ്റില്ല. കാരണം വഴുക്കി താഴേക്ക് തന്നെ വീഴും. കുറേ ദൂരം കയറും, പിന്നെ അതിനേക്കാൾ വേഗത്തിൽ താഴെ എത്തും. അപ്പോൾ പലരും താഴെ നിന്ന് തോളൊക്കെ കാണിച്ചു കൊടുക്കും. മേലേക്ക് മേലെ കുട്ടികൾ നിൽക്കും. ശ്രീകൃഷ്ണ ഭഗവാൻ വെണ്ണ കക്കാൻ വേണ്ടി ഗോപന്മാരുടെ തലയിൽ കയറി നിന്നതുപോലെ
അപ്പോൾ 3ഉം 4ഉം പിള്ളേർ മേലേക്ക് മേലെ നിന്നാലും അതിൻ്റെ മുകളിൽ എത്തില്ല, പിന്നെയും കിടക്കേണ്ട ബാക്കി. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന അവരൊക്കെ എണ്ണ കൊണ്ട് വഴുക്കി വീഴും. അങ്ങനെ കുറേ പ്രാവശ്യം ചെറിയ കുട്ടികളെ കയറ്റി അവർ ഈ എണ്ണ മുഴുവൻ കാലിയാക്കി കഴിയുമ്പോൾ ഒരുവിധം പിടുത്തം കിട്ടുന്ന മാതിരി ആവുമ്പോഴാണ് വലിയ കുട്ടികൾ ശ്രമിക്കുക. അവർ മിടുക്കന്മാരാണ്. ഇവരെ ഇതിനു വേണ്ടി തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കും. എന്നിട്ട് അവസാനം വലിയ കുട്ടികൾ കയറി മിടുക്കന്മാരായിട്ട് ആ കിഴിയും കൊണ്ടുവരും. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് 5 രൂപ, പിന്നെ 10 രൂപ, മാക്സിമം 25 രൂപയൊക്കെയാണ് വയ്ക്കുക. അത് തന്നെ അന്ന് വലിയ കാര്യമാണ്. ഇന്നിപ്പോൾ 500 വെച്ചാലും 5000 വെച്ചാലും കുട്ടികൾക്ക് വേണ്ടാത്തൊരവസ്ഥയാണ്. പിന്നെ തമാശയ്ക്ക് കയറി കളിക്കും കുട്ടികൾ, ഒരു രസം. അപ്പൊ ഇതുപോലെ ഈ വഴുക്കമരത്തിൽ കയറുന്നതിനേക്കാൾ വേഗത്തിൽ വഴുക്കി വീഴുന്നത് പോലെയാണ് നമ്മുടെ ഈ ആധ്യാത്മിക മാർഗത്തിൽ നമ്മൾ ഈ എല്ലാറ്റിലും ഈശ്വരനെ കാണാനുള്ള നമ്മുടെ ശ്രമത്തിൽ നിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പതിക്കുന്നുണ്ട്. സാരമില്ല, ഇതൊന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എല്ലാ കാലത്തും എല്ലാവർക്കും ഇത് തന്നെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ സ്പെഷ്യലൊന്നും അല്ല. നമുക്ക് സാധിക്കുന്നില്ല എന്നാണ് നമ്മൾ നിരാശപ്പെടണ്ട. എല്ലാ കാലത്തും എല്ലാ സാധകന്മാരും ഇതൊക്കെ അനുഭവിച്ചവരാണ്. അതുകൊണ്ട് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു വീഴ്ചയൊന്നും അല്ലാതെ, അതുകൊണ്ട് നമുക്ക് വലിയ നാണക്കേടൊന്നും വേണ്ട, അപകർഷതാബോധമൊന്നും വേണ്ട, കുറ്റബോധമൊന്നും വേണ്ട. അയ്യോ ഞാൻ വീണൂലോ എന്ന് പറഞ്ഞ് കരയേണ്ട ആവശ്യമില്ല. വീണടുത്ത് കിടന്ന് കരയാതെ വീണടുത്തുനിന്ന് പിന്നെയും എഴുന്നേറ്റ് പരിശ്രമിക്കലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതാണ് എന്തൂസിയാസം. ആ എന്തൂസിയാസം കളയാതെ, ആ ഉത്സാഹം കളയാതെ പിന്നെയും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് യേശു ത്വൽഭാവഃ യാവത് ന വിശദം സ്ഫുരതി. ഇവയിലെല്ലാം അങ്ങയുടെ ഭാവം വ്യക്തമായി സ്ഫുരിക്കാത്തത് വരയ്ക്കും താവത് ഏവം ഹി ഉപാസ്തിം കുറുവന്. പിന്നെയും ഇപ്രകാരം തന്നെ ഉപാസനയെ ചെയ്തിട്ട് അത് തന്നെ നിരന്തരമായി പ്രയത്നം ചെയ്തുകൊണ്ട് ഐകാത്മ്യബോധേ ജഡിതി വികസതി സതി. ആ ഐകാത്മ്യബോധം എന്നിലുള്ളതും ആ കള്ളനിലുള്ളതും പട്ടിയിലുള്ളതും പൂച്ചയിലുള്ളതും പശുവിലുള്ളതും ആനയിലുള്ളതും ബ്രാഹ്മണനിലുള്ളതും ഒരേ ആത്മാവ് തന്നെയാണെന്നുള്ളതായിട്ടുള്ള ബോധം വികസിച്ചു വരുമ്പോൾ ജഡിതി വികസതി, പെട്ടെന്ന് ഉറച്ചു കിട്ടിയാൽ അഹം ത്വന്മയഃ ചരേയം, ഞാൻ ഭഗവന്മയനായിട്ട് തന്നെ സഞ്ചരിക്കും. ഈ ലോകവും ഞാനും പിന്നെ ഒന്നാണെന്നുള്ള ഭാവത്തിൽ കാണുന്നതെല്ലാം ഭഗവന്മയം, സഞ്ചരിക്കുന്ന ഞാനും ഭഗവന്മയം. അപ്പോൾ ഒരു സാഗരത്തിൽ എങ്ങനെയാണോ തിരമാല സഞ്ചരിക്കുന്നത്, അതുപോലെ ഈ സാഗരമാകുന്ന പ്രപഞ്ചത്തില് ഈ ശരീരമാകുന്ന തിരമാല കൊണ്ട് ഞാനിതാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിന്റെ കണ്ടന്റ് ഒരേ ഒരു വെള്ളം തന്നെയാണ്. അതിൽ നിന്ന് എനിക്ക് ഭേദമില്ല. അങ്ങനെ ഞാൻ സ്വതന്ത്രനായി, എന്താ പറയുക, കാറ്റത്തിട്ട് അപ്പൂപ്പൻ താടി പോലെ സ്വതന്ത്രനായി കൊണ്ട് എവിടേക്ക് വേണമെങ്കിൽ പോകാം. ഏതനുഭവത്തിലൂടെ കടന്നുപോയാലും എനിക്ക് യാതൊരു വിരോധവും ഇല്ല. കാരണം എല്ലാം ത്വന്മയം. അഹം ത്വന്മയഃ ചരേയം, എല്ലാം ഭഗവന്മയമായിട്ട് ഞാൻ ജീവിച്ചു കൊള്ളാം. അങ്ങനെയുള്ള ഹേ ഭഗവൻ, അസ്യ ത്വദ്ധർമ്മസ്യ പ്രസ്തുതസ്യ താവത് പ്രണാശഃ കിമപി ന. അസ്യ ഇപ്രകാരമുള്ള ത്വദ്ധർമ്മസ്യ, ത്വദ്ധർമ്മം എന്ന് പറഞ്ഞാലോ ഭാഗവത ധർമ്മം, ഭാഗവത ധർമ്മത്തിന് പ്രസ്തുതസ്യ അതുണ്ടായിക്കഴിഞ്ഞാൽ, പ്രസ്തുതമായി കഴിഞ്ഞാൽ, തുടങ്ങിക്കഴിഞ്ഞാൽ, ആരംഭിച്ചു കഴിഞ്ഞാൽ, പ്രണാശഃ കിമപിന അതിന് നാശമില്ല. സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഈ ഒരു ഭാഗവത ധർമ്മം അതിന് നാശം എന്ന് പറയാനില്ല. അതിനെപ്പോഴും മെച്ചമേ ഉള്ളൂ, ഗുണം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു എല്ലാറ്റിലും ഭഗവാനെ കണ്ടുകൊണ്ടുള്ള സഞ്ചാരമാണ് ഭാഗവത ധർമ്മം. എല്ലാം ഭഗവത്പരമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കലാണ് ഭാഗവത ധർമ്മം. അങ്ങനെയുള്ള ആ കർമ്മത്തിന്, ആ ധർമ്മത്തിന് ഒരിക്കലും ആത്യന്തികമായിട്ടുള്ള നാശം ഇല്ല. നമ്മുടെ ഗീതയിൽ പറയുന്നില്ല എന്താണ്, രണ്ട് ദോഷങ്ങൾ, അതില്ല.
സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഇഹ അഭിക്രമനാശഃ നാസ്തി പ്രത്യവായഃ അഭി ന വിദ്യതേ. രണ്ട് തരത്തിലുള്ള ദോഷങ്ങളുമില്ല. അഭിക്രമനാശം, പ്രത്യവായ ദോഷം, രണ്ട് ദോഷങ്ങളും ഇല്ലാത്തതാണ് കർമ്മയോഗം അഥവാ ഭാഗവത ധർമ്മം. എല്ലാറ്റിലും ഭഗവാനെ കണ്ടുകൊണ്ടുള്ള ജീവിതം. ഒരു നഷ്ടവും വരാനില്ല, ലാഭം മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. പ്രസ്തുതസ്യ താവത് പ്രണാശഃ കിമപി ന. ഒരു തരത്തിലുള്ള നാശവും ഉണ്ടാവില്ല. തസ്മാത്, അതുകൊണ്ട് വിഭോ സർവശക്തനായ ഭഗവാനേ, മനോജ്ഞം ഭക്തിമാർഗം മമ സർവാത്മന ഏവ പ്രതിശ. മനോരഞ്ജകമായിട്ടുള്ള, മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, മധുരമായിരിക്കുന്ന ഭക്തിമാർഗം, ആ ഭക്തിമാർഗത്തെ മമ എനിക്കായിക്കൊണ്ട് സർവാത്മന ഏത് പ്രകാരത്തിലാണെങ്കിലും എല്ലാ നിലയ്ക്കും ഏവ പ്രതിശ എനിക്ക് നൽകിയാലും, പ്രതിശ പ്ലീസ് ഗീവ് മീ. അപ്പൊ എനിക്ക് ഈ നാശരഹിതമായിട്ടുള്ള ഈ ഭക്തി മാർഗത്തെ എനിക്ക് നൽകി അനുഗ്രഹിച്ചാലും, അങ്ങ് വിഭുവല്ലേ, സർവേശ്വരനല്ലേ, ഈ ഇതുപോലെയുള്ളതായിട്ടുള്ള ഭക്തിമാർഗത്തിൽ അതില് വഴുക്കി വീഴില്ല. കണ്ണടച്ചോടാവുന്ന മാർഗമാണിത്. സ്ഖലനമോ പതനമോ അവിടെ ഇല്ല. അതാണ് ഭക്തിമാർഗം. അതുകൊണ്ട് ആ ഭക്തിമാർഗം എനിക്ക് നൽകി അനുഗ്രഹിച്ചാലും, എല്ലാ പ്രകാരത്തിലും എനിക്ക് ആ ഭക്തിമാർഗം നൽകൂ. അങ്ങയുടെ ധർമ്മത്തിന്, ഭാഗവത ധർമ്മത്തിന് ഒരു തരത്തിലുള്ള നാശവും ഇല്ല. അതുകൊണ്ട് ആ ഭാഗവത ധർമ്മത്തിൽ പ്രവർത്തിക്കാൻ എന്നെ ഭക്തി തന്ന് അനുഗ്രഹിക്കൂ. ഇതാണ് ഇവിടുത്തെ പ്രാർത്ഥന. ത്വൽഭാവോ യാവദേശു സ്ഫുരതി ന വിശദം താവദേവം ഹ്യുപാസ്തിം കുർവന്നൈകാത്മ്യബോധേ ജഡിതി വികസതി ത്വന്മയോഹം ചരേയം ത്വദ്ധർമ്മസ്യാസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശഃ തസ്മാത് സർവാത്മനൈവ പ്രതിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം. ഇനി നാളെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ ക്ലാസ്സുകളിൽ കാണാം. ഹരി ഓം. ഹരി ഓം.